ലെസ്ലി, ഞാൻ ലവ്ലി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റവ ദോശയും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്നിയാണ് ഞങ്ങൾ ഇന്ന് തയ്യാറാക്കുന്നത്. സാധാരണ നമ്മൾ ദോശയൊക്കെ തയ്യാറാക്കണമെങ്കിൽ നമ്മൾ തലേദിവസം മാവൊക്കെ നന്നായിട്ട് അരച്ചൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് ദോശയൊക്കെ ചുട്ടെടുക്കാൻ. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. രാവിലെ തന്നെ നമുക്ക് തയ്യാറാക്കി ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ചുട്ടെടുക്കാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ പെട്ടെന്ന് എളുപ്പത്തിൽ അതിനൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്നിയാണ് തയ്യാറാക്കുന്നത്. ഞങ്ങളുടെ വീടുകളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിത് ഉണ്ടാക്കാറുണ്ട്. അപ്പം നമുക്ക് ആ ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് മതി. 1 കപ്പ് റവ, അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ ആട്ടപ്പൊടി, 1 കപ്പ് തൈര്, ഒരല്പം സോഡാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അത് വെള്ളം ചേർത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അപ്പം നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. റവ ദോശ തയ്യാറാക്കുന്നതിനായി നമുക്ക് റവ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് റവയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. കൂടെ 2 ടേബിൾ സ്പൂൺ ആട്ടപ്പൊടി, 1 കപ്പ് തൈര്, 1 നുള്ള് സോഡാപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ദോശയുടെ പരുവത്തിൽ വേണം നമുക്ക് കുഴച്ചെടുക്കാൻ. നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം നമ്മൾ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ. റവ ഇരിക്കുന്തോറും കുറുകും. അപ്പം വീണ്ടും നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമ്മൾ ദോശയുടെ പരുവത്തിൽ നമ്മളത് മിക്സ് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കും. അതിനുശേഷം ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ എടുത്ത് ചുടാനായിട്ട് നോക്കുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുറുകി വെള്ളം കുറവായിരിക്കും. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ അല്പം ചേർത്തിട്ട് വേണം നമ്മളത് ചുട്ടെടുക്കാൻ. റവ നമുക്ക് വറുത്ത് വേണേലും വറുക്കാതെയും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ റവ ആകുമ്പോൾ നമ്മൾ ഇരിക്കുന്തോറും കുതിരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ ചേർത്ത് വേണം നമ്മളത് ദോശയുടെ പരുവത്തിൽ നമുക്കത് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തൈര് ഉപയോഗിക്കുന്ന സമയത്ത് നല്ല കട്ട തൈര് വേണം. പുളിയില്ലാത്ത തൈരാണ് ഞങ്ങളിവിടെ ചേർത്തിരിക്കുന്നത്. അതുപോലെ ആവശ്യത്തിന് ഒരല്പം നമ്മൾ സോഡാപ്പൊടിയും കൂടെ ചേർത്താൽ മതി. നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് സമയം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. റവ ദോശ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്നി എങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം. ചട്നി തയ്യാറാക്കുന്നതിനായി ഞങ്ങൾ 1/4 കപ്പ് കടലയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പച്ച കടലയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്രൗൺ കളർ ആവുന്നോടം വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അതുപോലെ അതിൻ്റെ തൊണ്ടൊക്കെ പൊട്ടുന്ന സമയത്ത് നമുക്ക് ആ കടല പാകമായിട്ടുണ്ടാവും. അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. കടല ഏകദേശം റെഡി ആയിട്ടുണ്ട്. കടലയുടെ തൊണ്ടൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഉണ്ടോ നോക്കിക്കോ ലെസ്ലി. അല്ലേ ചൂടുണ്ട്, പൊട്ടി വന്നിട്ടുണ്ട്. നമ്മുടെ കടല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ തൊണ്ട് കളയാതെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ തൊണ്ട് കളഞ്ഞിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു കളറും കൂടി ഉണ്ടാവും ആ കടലയുടെ നമ്മൾ ആ ചട്നി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഏത് രീതിയിലാണെങ്കിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. കടല റെഡി ആയിട്ടുണ്ട്. നമ്മളത് മാറ്റി വെച്ചിരിക്കുകയാണ് തണുക്കാനായിട്ട്. ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടല നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വഴറ്റിയെടുക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഈ ഉള്ളിയും ഈ ഉഴുന്നുപരിപ്പൊക്കെ നമ്മൾ വഴറ്റിയ ശേഷം ഈ കടലയും കൂടെ ചേർത്താണ് നമ്മൾ അരച്ചു കൊടുക്കുന്നത്. അപ്പം നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുത്തു. കൂടെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 3 പച്ചമുളക്, 3 അല്ലി ചെറിയുള്ളി, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി, അതുപോലെ 3 അല്ലി വെളുത്തുള്ളി. അത് ചെറുതായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ആ പച്ചമണമൊക്കെ മാറുന്നോടം വരെ നമുക്ക് ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് ഫ്രൈ ഒന്നും ആവണ്ട. ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. കടലപ്പരിപ്പ് ഉഴുന്നുപരിപ്പൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതുകൂടി നമുക്ക് കടലയിലേക്ക് ചേർത്ത് കൊടുക്കാം. കടലയുടെ തൊണ്ടൊക്കെ കുറച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഒരുപാടൊന്നും കളയണ്ട. കുറച്ചൊക്കെ ഒന്ന് കളഞ്ഞ് നല്ല റെഡിയാക്കണം. നല്ലൊരു കളർ കിട്ടുക അരയ്ക്കുമ്പോൾ. ഇത് നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മളിപ്പോൾ വഴറ്റി വെച്ച പച്ചമുളകും ഉഴുന്നുപരിപ്പും ചെറിയുള്ളി എല്ലാം നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കിത് അരച്ചെടുക്കാം.
വഴറ്റി വെച്ച സാധനങ്ങളെല്ലാം നമ്മൾ ഈ കടലിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ അരയ്ക്കുന്ന ചട്നിക്ക് ആവശ്യമായ ഒരു അല്പം പുളിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞങ്ങൾ വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു അല്പം മതി. ഇനി അല്പം പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഒരു കുറച്ച് ഇത്ര ഈ വലിപ്പമൊക്കെ മതി. നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് അരച്ചെടുക്കാം. ചട്നിക്കുള്ള കടല നമ്മൾ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് ഇതേ രീതിയിൽ നമ്മൾ പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം കടുവൊക്കെ പൊട്ടിച്ച് അതിലേക്ക് താളിച്ച് ചേർത്താൽ കറി റെഡിയാവും. അപ്പോൾ നമുക്ക് ചട്നി ഒന്ന് മാറ്റി വെച്ചിട്ട് താളിച്ചൊഴിക്കാം. അതിനായിട്ട് ഒരു അല്പം വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി 2 അല്ലി ചെറുള്ളി കനം കുറച്ച് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 3 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില. കടുകും ചെറുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു അല്പം മുളക് പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്നി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ദോശയൊന്ന് ചുട്ടെടുക്കാം. റവ ദോശയുടെ മാവ് മിക്സ് ചെയ്തിട്ട് 15 മിനിറ്റായി. നല്ല റെഡി ആയിട്ടുണ്ട്. പാകത്തിന് വെള്ളമൊക്കെ ചേർത്ത് നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി അല്പം കൂടെ വെള്ളം വേണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് അത് റെഡിയാക്കി എടുത്താൽ മതി. അപ്പം നമ്മളിവിടെ ചുടാനായിട്ട് പാൻ എടുത്ത് വെച്ചിട്ട് നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് കനം കുറച്ച് വേണം നമ്മളത് പരത്തിയെടുക്കാൻ. ദോശ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ മറിച്ചിടുന്നില്ല, മടക്കി വെക്കുകയാണ്. ഇനി മറിച്ചിടണമെങ്കിൽ മറിച്ചിടാം. റവദോശയും ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് അല്പം ഒന്ന് എടുത്ത് ഇതിനകത്ത് ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ലവ്ലിയും കഴിച്ചു കഴിക്കും. റവദോശ നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് തൈരിൻ്റെ ആ ചെറിയ പുളിയും ഒക്കെ ചേർന്നപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് അരി ഭക്ഷണമൊക്കെ കഴിക്കാത്തവരൊക്കെ ആണെങ്കിൽ ഈ റവയും കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളിയാണ്. നല്ല മുരിഞ്ഞ കണ്ടോ, നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളിയാണ്. ചൂടോടെ തന്നെ വേണം കഴിക്കാൻ അല്ലേ? ചൂടോടെ കഴിക്കണം. ചിലപ്പോൾ തണുത്ത് പോകുമ്പോൾ ക്രിസ്പിയൊക്കെ നഷ്ടം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഈ ഉണ്ടാക്കുന്ന സമയത്താണ് നമ്മൾ മാവൊക്കെ പാനിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സമയമൊക്കെ നമ്മൾ നന്നായിട്ട് പതുക്കെ വേണം, സാവകാശം വേണം അത് മറിച്ചിടാൻ. ഇനി മറിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ആ വശം നല്ല ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് മടക്കി ഇങ്ങെടുത്താലും മതി. അപ്പോൾ ഏത് രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ കടല ആ ഫ്ലേവർ നന്നായിട്ട് ആ ചട്നി വന്നിട്ടുണ്ട്. അതുപോലെ ഇഞ്ചിയും ആ വെളുത്തുള്ളിയും ആ പച്ചമുളകൊക്കെ ചേർത്ത് നല്ല എരിവും പുളിയും എല്ലാം അല്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഞങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബായ്. കൊടുക്കാം. 1 കപ്പ് ആട്ടപ്പൊടി, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇങ്ങോട്ട് ഇട്ടാൽ അതിൻ്റെ അത് കലക്കാം. ദോശയുടെ റെസിപ്പി ആയിട്ട് പറയാം. ബാക്കി പറ. ഞാൻ വീട്ടിൽ നീ പറയുമായിരിക്കും. ഒന്നും കിട്ടിയില്ല. എന്തോ